പിതാമഹി ആമിന റളിയല്ലാഹു അൻഹ. വഹബിൻ്റെ മകൾ ആമിനയും അബ്ദുൽ മുത്തലിബിൻ്റെ പുത്രൻ അബ്ദുള്ളയും തമ്മിൽ വിവാഹം ഉറച്ചു. മക്ക നിവാസികളിൽ ആഹ്ലാദവും ആനന്ദവും അലയടിച്ചുയർന്നു. മഹത്തായ വിരുന്നിനും സംഗമത്തിനും അവർ ഒരുങ്ങി. തമസ്സിൻ്റെ ലോകത്ത് രണ്ടു താരകങ്ങൾ അടുത്ത് നിന്ന് പ്രഭ വിതറാൻ പോവുകയാണ്. സെഹ്റയുടെ കുടുംബത്തിലെ ചന്ദ്രിക അബ്ദുൽ മുത്തലിബിൻ്റെ വീട്ടിലെ താരകത്തോട് അംഗമിക്കാൻ പോകുന്നു. ഏതായാലും മക്കയ്ക്കിനി സന്തോഷത്തിൻ്റെ ദിനരാത്രങ്ങളാണ്. മക്കയിലെ നേതാക്കളും ജേതാക്കളും ദാറുന്നദവയിൽ ഒരുമിച്ചു കൂടി. 3 ദിവസങ്ങളിലായി വിവാഹാഘോഷം ഗംഭീരമായി നടന്നു. ശേഷം വധൂവരന്മാരുടെ നീക്കുപോക്കുകൾ ഉത്സവപ്രതീതിയോടെ നോക്കി കണ്ടു. ഒരു കുസുമത്തിനു വേണ്ടി അവർ കാത്തിരുന്നു. പക്ഷേ ആ യുവമിഥുനങ്ങൾ അധികകാലം ഒരുമിച്ച് താമസിച്ചില്ല. മടങ്ങി വരാമെന്ന വാക്കു പറഞ്ഞ് ഭർത്താവ് അബ്ദുള്ള മദീനയിലേക്ക് യാത്ര തിരിച്ചു. അപ്പോൾ തന്നെ ആമിനയുടെ ഗർഭാശയത്തിൽ നിന്ന് അഭൗതിക സന്ദേശങ്ങൾ വരാൻ തുടങ്ങി. അത് ആമിനയുടെ വാക്കുകളിൽ ഇങ്ങനെ: ഞാൻ ഉറക്കിനും ഉണർച്ചയ്ക്കും ഇടയിലായിരുന്നു. ഒരാൾ എൻ്റെ അടുത്ത് വന്നു പറഞ്ഞു, തീർത്തും അഭൗതികതയുടെ ചാരുത, നിങ്ങൾ ഗർഭം ധരിച്ചിരിക്കുന്നത് ഈ സമുദായത്തിൻ്റെ നേതാവിനെയാണ്. ആമിന തുടർന്നു, ഗർഭിണിയാണെന്ന് അന്നുവരെ ഞാൻ അറിഞ്ഞിരുന്നില്ല. സാധാരണഗതിയിൽ ഗർഭിണികൾക്കുള്ള ശാരീരിക അസ്വസ്ഥങ്ങളോ പ്രയാസങ്ങളോ അഭിമുഖീകരിച്ചതേയില്ല. ഷാമിൻ്റെ ഭാഗത്ത് നിന്നുള്ള ഒരു പ്രകാശം ലോകം മുഴുവൻ പ്രഭാമയമാക്കുന്നത് ഞാൻ ദർശിച്ചു. പക്ഷേ ഭർത്താവ് തനിക്കൊപ്പം ആ മുഹൂർത്തങ്ങൾ ആസ്വദിക്കാനില്ലാത്തതിൽ ഹൃദയം കൊണ്ട് വേദനിച്ചു കാത്തിരുന്നു. വരുമ്പോൾ പറയാമല്ലോ എന്ന് ആശ്വസിച്ചു. പക്ഷേ ഉയർന്നു പറന്ന പ്രതീക്ഷകൾ ചിറകറ്റു പാതി വഴിയിൽ തളർന്നു വീണു. ഹൃദയപുഷ്പം പിന്നെ തിരിച്ചു വന്നില്ല. മദീനയിലേക്കുള്ള മാർഗമധ്യേ ഈ ലോകത്തോടു വിട പറഞ്ഞു. മദീനയുടെ ഓരത്ത് മണ്ണറയെ മണിയറയാക്കി ഉറക്കം തുടങ്ങി. തൻ്റെ മണിയറയിലിരുന്നു മണവാളൻ്റെ മരണവാർത്തയറിഞ്ഞ ആമിന ഉടനെ ഒരു ശോകകാവ്യം ആലപിച്ചു. ഹാഷിം എന്ന അലങ്കാരം മക്കയിലിനിയില്ല. ശുഭ്രമേഘങ്ങളിലെ ഖബറിലേക്കത് മാറി താമസിച്ചു. ഹാഷിം അതുല്യനായിരുന്നു, സമാനതകളോട് ചേർന്ന് നിൽക്കാത്തവൻ. മരണത്തിൻ്റെ വിളി അദ്ദേഹത്തെ കൊത്തിപ്പറന്നു. സായാഹ്നത്തിൻ്റെ വിലാപയാത്രയിൽ ഹാഷിം കിടന്ന കട്ടിലേന്തി നടന്നു സഖാക്കൾ. മരണം ഒരൽപ്പം നീ വൈകിയിരുന്നെങ്കിൽ ധർമ്മത്തിൻ്റെ വലിയൊരു ലോകം അദ്ദേഹം പടച്ചേനെ.